ചില ഫുഡ് ഇങ്ങനെ കാണുമ്പോഴേക്കും നമുക്കതിൻ്റെ ടേസ്റ്റ് വായിൽ വരില്ലേ? എനിക്ക് ഈ കറി കാണുമ്പോൾ അങ്ങനെ കേട്ടോ തോന്നണേ. ഇത് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ടേസ്റ്റ് ഇങ്ങനെ ഓർമ്മ വരിക. എന്തായാലും നമുക്കിന്നൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പ്രോൺസ് റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മൾ 1/2 kg പ്രോൺസാണ് വാങ്ങിച്ചിട്ടുള്ളത്. പ്രോൺസ് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അലർജി വരാൻ ചാൻസസ് കൂടുതലാണ്. എന്ത് മീനത്? അങ്ങനെ ക്ലീനിങ്ങിന് നമുക്കിവിടെ ഒരു അസിസ്റ്റൻറ്റിനൊക്കെ കിട്ടിട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നൊന്ന് മസാല വരച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ലേശം വിനാഗിരി ഒഴിച്ചിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ടൈം കൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസായി ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് പച്ചക്കുത്ത് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മുടെ ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പിടി കറിവേപ്പിലയും. എന്നിട്ട് ചെറിയുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. നമ്മൾ ഓൾറെഡി പ്രോൺസിലും മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചേ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് അത് നമ്മുടെ ചെറിയുള്ളിയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിയുമ്പം അതിലേക്ക് ഒരു ചെറിയ തക്കാളി അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിയുമ്പം അത് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പ്രോൺസും ആഡ് ചെയ്ത് കൊടുക്കാം. നോൺ വെജ് ഞാൻ പൊതുവേ അങ്ങനെ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ കറിയുടെ ഷെഫ് അജു ആണേ. അപ്പം പ്രോൺസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അത് കഴിയുമ്പം നമുക്കിതെടുത്ത് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ എൻറ്റയർ കുക്കിംഗ് ചെയ്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. അതാണ് ഈ കറിയുടെ ടേസ്റ്റും കേട്ടോ. ഇത് ഭയങ്കര ഈസിയും അല്ല, എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടും അല്ല. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്.